അള്ളാഹുവിന്റെ മാലിക്കാണ്. ആ മാലിക്ക് നമ്മൾ ചോദ്യം ചോദിക്കും. നമ്മൾ ഈ രാജ്യത്ത് ഒത്തിരി ക്രൂരകൃത്യങ്ങൾ നടക്കുന്നില്ലേ? ഈ മാലിന്യ രാജ്യത്ത് പറ്റും. ഇവിടെ ശിക്ഷ കിട്ടുന്നവരുണ്ട്, കഞ്ചാവ് കിട്ടുന്നവരുണ്ട്, പിടിക്കാത്തവരുണ്ട്, ആളാ കൊല്ലുന്നവരുണ്ട്, വെബ്സൈറ്റിൽ എത്രയോ കുഞ്ഞുങ്ങളെ വന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കാറില്ല അന്നാ ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് മാലിന്യ അന്ത്യനാളിൽ ഒരു ചോദ്യം ഉണ്ടാകും. ഈ മാലിന്യ പഠിച്ചാൽ നമ്മൾ ആരും ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോകില്ല. കാരണം നമ്മൾ മരണപ്പെടും, നമ്മളവിടെ ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന് ഓർത്ത് നിസ്കാരത്തിൽ ഒന്ന് നോക്കണം. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ വൃത്തി, അള്ളാഹുവിന്റെ അധികാരം നാം ഓടണം എന്ന് പറയുന്ന അള്ളാഹുവിനെ പറ്റി ഓർത്ത് നല്ല ഒരു കോൺസെൻട്രേഷൻ കിട്ടിയിരിക്കും. ഇനി അടുത്തത് ഇത്രയാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എങ്ങനെയാണ് അള്ളാഹ് അർറഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ. ഈ മാലിക് യൗമിദ്ദീനും കാരുണ്യവാനുമായ അള്ളാഹുവിനെ ഞാൻ സർവ്വസ്തുതിക്കും. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹു മാലിക് യൗമിദ്ദീനാണ്, കാരുണ്യവാനെന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ പിതൃതരം ഞങ്ങളെന്ന് പറയുന്നത് ഞാനല്ല, ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുന്നു. ഞങ്ങളെന്ന് പറയുന്ന കാര്യമില്ല. ഞാൻ ഇസ്ലാമില് ഞാനെന്ന വാക്ക് പ്രത്യേകില്ല. കാരണം സാഹോദര്യമാണ് അവർക്ക് മെയിൻ വാക്ക്. അപ്പൊ ആ സാഹോദര്യം അനുസരിച്ച് നമ്മൾ എല്ലാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മലക്ക് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നിങ്ങൾ കഴിയുന്നതും സഹജസ്കാരത്തില് നിങ്ങൾ പറയുക കഴിഞ്ഞാൽ കൂടാതെ പോയ ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആരാധിക്കുക. ആരാധന എന്ന് പറയുന്നത് രണ്ടു കാര്യമുണ്ട്. ആരാധനയില് അതൊരു ടൈം ബൗണ്ടാണ് ആരാധന അല്ലേ? ടൈം ബൗണ്ടാണ് സംസ്കാരം. ഒരു സമയമുണ്ട്, സംസ്കാരത്തിന് ഒരു സമയമുണ്ട്. എത്ര നേരം നിസ്കരിക്കുന്ന ടൈമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൂടാതെ അടിമത്തത്തിന്റെ പറഞ്ഞു അത് ആരാധനയോട് അടിമത്തം വരുന്നത്. അടിമത്തത്തിന് അടിമയ്ക്കേണ്ട സമയമുണ്ടോ? 24.7, അതായത് 24 മണിക്കൂറും അള്ളാഹുവിന്റെ അടിമയാൽ നമ്മൾ തെറ്റിലേക്ക് പോകില്ല. അപ്പൊ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിന്റെ സഹായം തേടുകയും ചെയ്യുന്നു. സഹായം തേടാൻ എന്താ അർത്ഥം? നമ്മൾ സഹായിക്കാൻ എപ്പോഴും നേരിട്ട് സഹായിക്കുന്നുണ്ടോ? ഇല്ല. എന്താ അതിനെന്ത് വേണം? നമ്മൾ ഒരു ആക്ഷൻ ചെയ്യണം, ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിലൂടെ നമ്മൾ അതിന്റെ എഫർട്ട് നമ്മൾ എടുക്കണം. അതിന്റെ സഹായം കിട്ടുന്ന സഹായിക്കുന്നത് അള്ളാഹുവാണെന്ന് ഒരു മുമ്പിനായ പ്രവർത്തിക്കണം. ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോ ഒരു ഡോക്ടറാണ് നോക്കുന്നത്, ഇത് അസുഖം വന്നു, ഞാൻ അള്ളാഹുവെ എന്റെ അസുഖം മാറ്റി തരേണ്ട അള്ളാഹ്. അപ്പൊ അള്ളാഹു ആ ഡോക്ടറെ കഴിവെടുക്കാണ്. ഡോക്ടർ വഴി എഫർട്ട് ചെയ്യണം അല്ലേ? ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോയി അള്ളാഹ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത് ജയിക്കൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച് നമ്മുടെ ഭാഗത്ത് എഫർട്ട് എടുക്കണം. ആ എഫർട്ട് എടുത്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലാതെ നേരിട്ട് എനിക്ക് എല്ലാം തരുന്നത് വീട്ടിൽ കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യണം. വണ്ടി ഓടിക്കുന്ന കണ്ണടുത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എഫർട്ട് എടുക്കാം. എഫർട്ട് എടുത്ത് കഴിയുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും. അതാണ് സഹായത്തിന്റെ സഹായം അള്ളാഹുവിൽ മാത്രം കിട്ടുള്ളതുകൊണ്ട് ഉത്തമ വിശ്വാസം നമ്മളിൽ ഉണ്ടാവാം. ഇത്രയും കഴിഞ്ഞു. അടുത്തത് പ്രാർത്ഥന. ആ ദുആയാണ് നമ്മുടെ ഖുർആനിലെ ദുആകളുള്ളത്. അതായത് നേരായ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള തന്നെ നേരായ വഴി എന്നതാണ്. നേരായ വഴിയൊക്കെ തോന്നുന്നർത്ഥം അല്ല. അതായത് സന്മാർഗത്തിലൂടെ വളഞ്ഞ വഴിയല്ല, കള്ളു പിടിക്കലല്ല, പെണ്ണ് പിടിക്കലല്ല, നിസ്കരിക്കാതിരിക്കുന്നതല്ല, എല്ലാം ചെയ്യാതെ അള്ളാഹുവിന്റെ നേരായ വഴിയിലൂടെ പോകുക എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇത് ഹിദായത്താണ്. നമ്മൾ ഹിദായത്തിനെ ചോദിക്കുന്നത്. ഹിദായത്ത് എന്നുള്ള കാര്യം എപ്പോഴും കൊണ്ടുകൊണ്ടിരിക്കണം. ഞാൻ ഹിദായത്തൊക്കെ കിട്ടിയതുകൊണ്ട് തൊപ്പി പറ്റുന്ന യാതൊരു കാര്യമില്ല. കാരണം ഒരു ദിവസത്തിൽ 5 നേരം നമ്മൾ
എന്ന് പറയുന്നത്. കാരണം എന്താ പറയാമോ, നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളം കുടിച്ച ദാഹം വരില്ലേ, ആ ദാഹം വരുമ്പോൾ ഹിദായത്തും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഹിദായത്ത് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ആ ഹിദായത്ത് കിട്ടിയാൽ മാത്രമേ, നമുക്ക് ആ ഹിദായത്ത് നിലനിന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഈമാൻ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ നേരായ വഴിയിൽ എന്നെ ആക്കണേ അല്ലാഹ്. ഹിദായത്ത് എപ്പോഴും വാല്യൂ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇന്ന് നല്ലവരായ ശരീരത്തിൽ നാളെ മോശക്കാരനെ ഇംഗ്ലീഷ് കൊണ്ടുപോകുന്നുണ്ട്. അത് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും എല്ലാ സംസ്കാരങ്ങളിലും അള്ളാഹുവിനെ പേടിച്ച് എല്ലാം നടന്ന് നല്ല രീതിയിൽ വിനയത്തോട് നടക്കുക എന്നുള്ള ഉദ്ദേശമാണ് അള്ളാഹു പറയുന്നത്. മനസ്സിലായ സംശയമുണ്ടായിരിക്കും. ഇല്ല, സംശയമുള്ളത് ഞാനത് ഇട്ടല്ല. നമ്മുടെ ഗ്രൂപ്പില് കറക്റ്റായിട്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് നടത്തി തരാം. നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിസ്കാരം നിങ്ങൾക്ക് വളരെ എളുപ്പമാവും. അടുത്തത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതെന്താ അർത്ഥം? സിറാത്തിൽ, അതായത് നേരായ മാർഗത്തിൽ പോയവരുടെ കൂട്ടത്തിൽ. അപ്പൊ നമുക്ക് റോൾ മോഡൽ അല്ലേ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, റോൾ മോഡലല്ലേ. മറ്റേ കുടി വെട്ടാറുണ്ട്, കയ്യിൽ ചക്കരയുണ്ട്. സൽമാൻ ഖാൻ അങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ റോൾ മോഡലുണ്ട്. ആ റോൾ മോഡൽ പോലെ അള്ളാഹുവിന്റെ സിറാത്ത് എന്ന മാർഗത്തിൽ റോൾ മോഡലായ ആൾക്കാരാണെന്ന് വെച്ചാൽ സൂറത്തുൽ നിസായിൽ പറയുന്നുണ്ട്. സൂറത്തുൽ നിസായിൽ 69-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, നബിമാര്, സുഹദാക്കള്, സിദ്ദീഖീങ്ങള്, സാലിഹീങ്ങൾ, ഇത്തരം ആൾക്കാരാണ് സിറാത്ത് എന്ന പാതയിലൂടെ പോയത്. അപ്പൊ നമ്മള് ഫാത്തിഹയോടുള്ളത് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നവരാണ് ഖുർആനിലാണ്. എന്റെ കൊച്ചുമോനാണ് ചോദിച്ചു, വാപ്പ എങ്ങനെ ഈ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ ഈ പല ചരിത്രങ്ങൾ പറഞ്ഞ് ചോദിച്ചു. ഞാനത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം അപ്പൊ അത് മനസ്സിലായി. നമ്മൾ പല ചരിത്രങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലേ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ ഇവരെല്ലാം ജീവിച്ച രീതിയാണ് ഖുർആൻ പറയുന്നത്. ഓരോ ആയത്തിലും മറിയം നബിയെ പറ്റി പറയുന്നു, സാലിഹ് നബി, യൂസുഫ് നബി, ഇബ്രാഹിം നബി, ഇങ്ങനെ ഓരോ നബിയുടെ ചരിത്രങ്ങൾ പറയുകയാണ്. ഈ ചരിത്രങ്ങൾ വഴി നമുക്ക് അവരുടെ മാർഗം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ആ രീതിയിൽ പോകാൻ പറ്റും. അപ്പൊ സിറാത്തായ രീതിയിൽ ജീവിച്ച ആൾക്കാരെ ചരിത്രം പറയുന്നത്, ഗൈഡൻസ് തരുന്നത് ഈ ഖുർആനിലൂടെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സംശയം വേണ്ട, ഖുർആനിൽ ഈ നബിമാരുടെ പേര് ചരിത്രം കാണുന്നുണ്ട്. എന്തിനാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരു ഗൈഡൻസ് ആണ് കേട്ടോ. ഇനി അടുത്തത് അതായത് വഴി ഗോപിക്കപ്പെട്ടവരുടെ മാർഗത്തില്ല. അതുവരെ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു നേർമാർഗത്തിൽ ആക്കിയത് പാതയിൽ പറയുന്നുണ്ട്. പക്ഷെ ഗോയിന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പേര് പറയുന്നില്ല. അവിടെ ഗോപിച്ചവരുടെ ഉദാഹരണം പറയാം. ഞാനൊരു ക്ലാസ് ടീച്ചറാണ്. ഞാനൊരു കുട്ടിയോട് പറഞ്ഞു പോലെ ഞാൻ ക്ലാസ്സിൽ 10 മിനിറ്റ് വരും. ആ 10 മിനിറ്റ് ഇനി അവിടെ പോയിട്ട് പിള്ളേരോട് ഹോംവർക്ക് ചെയ്യാൻ പറയാൻ. ആ ക്ലാസ് ചെയ്തത് എത്തിയെന്നറിയോ, അവനോട് പോയി ഇവരത് കേട്ടിട്ടുണ്ട്. ഇവനോട് പോയിട്ട് ഒന്നും പറഞ്ഞില്ല. പിള്ളേരെല്ലാം കളിക്കാൻ പോയി. ടീച്ചർ വന്നപ്പോൾ എല്ലാവരും കളിക്കാൻ പോയേക്കാണ്. ചേട്ടാ, ഞാൻ ടീച്ചറോട് പറഞ്ഞതാണല്ലോ, കളിക്കാൻ എന്താണ് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞതാണല്ലോ എന്ന് പറയും. അപ്പൊ അവനെ പറ്റി ആ നോളജ്, ആ അറിവ് ആർക്കുണ്ട്? നമുക്കുണ്ട്. ആ ലീഡറുടെ നോളജില്ല. അവനറിയാം കളിക്കരുത്, താഴെ പറഞ്ഞിട്ടുണ്ട്, മാത്സ് വീട്ടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? കളിക്കാൻ പോയി അല്ലേ? കളിക്കാൻ പോയിട്ടല്ലേ? അപ്പൊ ആദ്യം ടീച്ചർക്ക് ഗോപം വരുന്നത് ആ ലീഡറോടാണ്. ടീച്ചർക്ക് ഗോപം വരും, പിള്ളേർക്ക് ഗോപം വരും. കാരണം പിള്ളേര് അയൽക്കാരനാണെന്ന് തള്ളിക്കുന്നത് അവർക്ക് ഗോപം. അപ്പൊ എല്ലാവർക്കും വരുന്ന ഗോപമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ആ വാക്കുകളിൽ ഗോപിക്കപ്പെട്ടവരെ മാത്രമല്ല, വൈദ്യുതി മഹബൂബിയാണെങ്കിലും ഗോപിക്കപ്പെട്ടവന് അള്ളാഹുവിന്റെ ഗോപം മാത്രമല്ല, അതേ മലക്കുകളുടെ ഗോപം, നബിമാരുടെ ഗോപം. നമ്മള് തെറ്റ് വന്നെടുത്താൽ തെറ്റിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ തെറ്റിപ്പോവാല്ലേ? ആ തെറ്റിപ്പോകുന്നവരും ഇവരോട് ഗോപിക്കും അല്ലേ?
ആ കോപം. അപ്പൊ ആ കോപത്തിൽപ്പെട്ട ആൾക്കാർ യഹൂദികളിൽ കുറച്ച് ആൾക്കാർ നല്ല അറിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആ നല്ല അറിവുള്ള ആൾക്കാർ യഹൂദികളുണ്ടായിരുന്ന ആൾക്കാർ അത് വഴിതെറ്റിച്ചു. അവരുടെ ഈഗോ കാരണം വഴിതെറ്റിച്ച ആൾക്കാർ. അപ്പൊ അറിഞ്ഞിട്ടും കാര്യങ്ങൾ അറിഞ്ഞിട്ടും പ്രവർത്തിക്കാതിരിക്കുക. അതായത് ഒരു പ്രവൃത്തി സക്സസ് ആവണമെങ്കിൽ ഒരു ഈമാൻ കിട്ടണമെങ്കിൽ എന്തുവേണം? നോളജ്. അതൊക്കെ അറിവിട്ടില്ല. അള്ളാഹു ഏകനാണ്. അള്ളാഹു അൽഹംദുലില്ലാഹ് റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോളജ് കിട്ടുകയാണ്. നോളജ് കിട്ടുകയാണ് ചെയ്യണം. പ്രവർത്തനം നമ്മളാണ്. ആ പ്രവർത്തനത്തിൽ ചിന്തിക്കുന്നതും സാധിക്കുന്നതും പ്രവർത്തിക്കുന്നു. അപ്പൊ നോളജ് കിട്ടിയത് അറിവും കിട്ടി, പ്രവർത്തനം കിട്ടിയപ്പോൾ ചിന്തിക്കുന്ന ഓട്ടത്തിലൂടെ നമുക്ക് ഈമാൻ കിട്ടി. ആ സമയത്ത് അറിവുണ്ട്. ലീഡർ പറഞ്ഞു കളിക്കണ്ടെന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ അവരറിവുണ്ട്, ആക്ഷനുകളില്ല. അപ്പൊ നോളജ് ഉണ്ട്, ആക്ഷൻ ഇല്ല. അതാണ് അറിവുണ്ട്, പക്ഷേ പ്രവർത്തനം നമ്മളില്ല. അങ്ങനെ വന്നില്ലേ? അങ്ങനെ ആൾക്കാരെ കേൾക്കാൻ പോകും അല്ലേ? അടുത്തത് അതായത് വഴി പിഴച്ചവരുടെ ഭാഷ. വഴി പിഴക്കാന്ന് എന്താണ്? അതായത് ആ ടീച്ചർ പറഞ്ഞ കാര്യം കുട്ടികൾക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ടീച്ചറോട് ചോദിക്കാൻ വേണ്ടി സാറേ ഇത് ഗെയിംസിന്റെ പീരീഡ്